നമസ്കാരം. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മിന്നൽ നിച്ചു. BJPക്ക് 0 സീറ്റ് എന്നുള്ളൊരു എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് BJP. ഈ BJP എന്നുള്ളൊരു പാർട്ടി കേരളത്തിൽ ആവശ്യമില്ല. ഒരു കാരണവശാലും കേരളത്തിൽ ആവശ്യമില്ല. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് അറിയപ്പെടുന്ന കേരളത്തിന് ഈ BJPക്കാർ വന്ന് തകർക്കാനെ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷെ ഒരുപാട് പേർ സെലിബ്രിറ്റി ആൾക്കാരൊക്കെ BJPക്ക് പോകുന്നുണ്ട്. കുറെ തന്തയില്ലാത്ത ആൾക്കാരൊക്കെ BJPക്ക് പോകുന്നുണ്ട്. ഓരോ ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഒക്കെ പറഞ്ഞ് പിടിച്ചു നിന്നിട്ട് അവസാനം ഇപ്പൊ BJP പോകുന്ന കുറെ ചർച്ചകളുണ്ട്. ആ ചർച്ചകളൊക്കെ ഒന്നും നാളെ അവന്മാർ പാകിസ്ഥാനികളോ ബംഗ്ലാദേശികളോ വിളിച്ച അവന്മാരത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അതിനെ കണക്കിൽ കൂട്ടുന്നില്ല. ഒരിക്കലും BJP ഈ പ്രാവശ്യം ഒറ്റ സീറ്റ് പോലും എടുക്കാൻ പോകുന്നില്ല. മുമ്പത്തെ നിയമസഭാ മത്സരത്തിൽ ഒരു സീറ്റ് തിരുവനന്തപുരത്ത് എടുത്തു. അതൊരു വ്യക്തിയൊക്കെ നോക്കിയിട്ടാണ് കൊടുത്തത്. അതുപോലെയല്ല ഈ പ്രാവശ്യം ഒറ്റ സീറ്റ് പോലും കിട്ടില്ല. മഞ്ചേശ്വരം സ്വപ്നം കാണണ്ടേ വേണ്ട, തിരുവനന്തപുരവും സ്വപ്നം കാണണ്ടേ വേണ്ട. അതാണുള്ള പ്രൊജക്ട്. പിന്നെ അമിത്ഷായെ കൊടുത്താലോ മോദിയെ കൊടുത്താലോ അമേരിക്കയിൽ ട്രംപിനെ ഇറക്കിയാലോ കേരളത്തിൽ BJP ഉദിക്കാൻ പോകുന്നില്ല. കേരളം പറയുമ്പോഴത്തേക്ക് മനുഷ്യന്മാരുടെ കേരളമാണ്, ഞങ്ങളുടെ കേരളമാണ്. ഞങ്ങളുടെ കേരളം BJP എന്നൊരു പാർട്ടിനെ വന്നിട്ട് ഇവിടെ നശിപ്പിക്കാൻ ജനങ്ങൾ സമ്മതിക്കില്ല. സുരേഷ് ഗോപി അവൻ നല്ലൊരു നടനാണെന്ന് എല്ലാവരും പറഞ്ഞത്. സുരേഷ് ഗോപി ഒരു വർഗീയത്തുള്ള നടനാണെന്നാണ് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. പിന്നെ കുഞ്ഞുണ്ണിദാസ് തിരുവനന്തപുരത്ത് തൃശ്ശൂരിൽ നിൽക്കുന്നത്. ആ കുഞ്ഞുണ്ണിദാസിന്റെ എല്ലാ പ്രസംഗം കേട്ടാൽ വർഗീയത ഇല്ലാത്ത ഒറ്റ ഒരു പ്രസംഗം പോലും ഇതുവരെ ആൾക്കാർ കണ്ടിട്ടില്ല. ജനങ്ങൾക്കെല്ലാം അറിയാം ഏതാണ് നല്ലത് ഏതാണ് ചീത്തയാണെന്നത്. BJP എന്നുള്ളൊരു പാർട്ടി കേരളത്തിൽ വേണ്ട. അവർ ബീഹാറിലും ആസാമിലും ഗുജറാത്തിലും ആൾക്കാരെ പേടിപ്പിച്ച് വോട്ടിട്ടിട്ട് ജയിപ്പിക്കുമ്പോഴെന്നല്ല കേരളം മതേതരത്തിലുള്ള നാടാണ്. കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് മതേതരത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ബുദ്ധിശാലികളുടെ നാടാണ്. അതുപോലെ കുറെ ബുദ്ധിയില്ലാത്ത ചർച്ചകളുള്ളത് BJPയിലാണ്. അതുകൊണ്ട് കേരളത്തിനെ വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറാവുന്നില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് BJP BJP എന്ന് വിളിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്, ജയ് കേരളം.